Hi, hello, my dear students, my dear children. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാംസ് ഏറ്റവും അടുത്ത് വന്നു അല്ലേ? ഏറ്റവും അടുത്ത് വന്നു. നമ്മുടെ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. ഡിസംബർ 15 മുതൽ, അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്രിസ്മസ് എക്സാം കുറച്ച് മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൗണ്ടിങ് 13 നമ്മുടെ കൗണ്ടിങ്. ഡിസംബർ 13 തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളുടെ കൗണ്ടിങ് നടക്കുക. അപ്പോൾ 14 അതിൻ്റെ തൊട്ടടുത്ത ദിവസമല്ലേ, അന്ന് നമുക്ക് പരീക്ഷയില്ല. നമുക്ക് 15 പരീക്ഷ തുടങ്ങുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ രണ്ടാം ടേമിലെ പരീക്ഷയ്ക്ക് വേണ്ടി സെക്കൻഡ് ടേം എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ റിവിഷൻ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സിലബസ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ രണ്ടാം ടൈമിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. 8th, 9th, 10 3 ക്ലാസ്സുകൾ നമ്മളിന്ന് പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. കാരണം അവരാണല്ലോ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അല്ലേ. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ നിന്നും നമുക്ക് 9, 8 ആ രീതിയിൽ നമുക്ക് ചാപ്റ്റേഴ്സ് പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ SSLC, അതായത് 10th ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ടാം ടൈമിലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സോഷ്യൽ സയൻസ് 1, അതായത് ഹിസ്റ്ററിയിൽ നിന്നും ചാപ്റ്റർ 4 വെൽത്ത് ആൻഡ് ദ വേൾഡ്, ചാപ്റ്റർ 5 പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം, ചാപ്റ്റർ 7 ദ ക്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. ഈ ചാപ്റ്റേഴ്സാണ്, 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ സെക്കൻഡ് ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോഷ്യൽ സയൻസ് 2, അതായത് ജോഗ്രഫിയിൽ നിന്നും 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്. 5th one മണി ആൻഡ് ഇക്കോണമി. ദെൻ 6th one ദ ചേഞ്ചിങ് എർത്ത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെയും വ്യക്തതയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെയും ടീച്ചർ പറയുന്നു. സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററിയിൽ നിന്നും 4 ചാപ്റ്റേഴ്സ് നമ്മൾ സെക്കൻഡ് ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യണം. ചാപ്റ്റർ 4 വെൽത്ത് ആൻഡ് ദ വേൾഡ്, ചാപ്റ്റർ 5 പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം ആൻഡ് ചാപ്റ്റർ 7 ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ. സോഷ്യൽ സയൻസ് 2 ജോഗ്രഫിയിൽ നിന്നും 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ചാപ്റ്റർ 3 ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, ചാപ്റ്റർ 5 മണി ആൻഡ് ഇക്കോണമി, ചാപ്റ്റർ 6 ദ ചേഞ്ചിങ് എർത്ത്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ല മിടുമിടുക്കികളായിട്ടും മിടുക്കന്മാരുമായിട്ടും നന്നായിട്ട് പഠിച്ച് നമുക്ക് ഈ ചാപ്റ്റേഴ്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ടത്. അപ്പം നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവിഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങളെ ഒരുക്കും, നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങൾ കാത്തിരിക്കുക, ആ വീഡിയോസൊക്കെ ഉടനെ തന്നെ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് 9th സ്റ്റാൻഡേർഡിലെ എക്സാം സിലബസ് ഒന്ന് പരിചയപ്പെടാം. സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററിയിൽ നിന്നും 9th സ്റ്റാൻഡേർഡിലെ 4 ചാപ്റ്റേഴ്സാണ് അവിടെയും പഠിക്കേണ്ടത്. 3rd ചാപ്റ്റർ ദ ലാൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, 4th ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ചാപ്റ്റർ 5 ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ആൻഡ് ചാപ്റ്റർ 7 എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി സോഷ്യൽ സയൻസ് 2, അതായത് ജോഗ്രഫിയിൽ നിന്നും നമുക്ക് 4 ചാപ്റ്റേഴ്സ് പഠിക്കണം. ചാപ്റ്റർ 3 പ്ലേറ്റോ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, ചാപ്റ്റർ 4 ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ചാപ്റ്റർ 5 ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ്
ആൻഡ് ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. 4 ചാപ്റ്റേഴ്സ് ജോഗ്രഫിയിൽ നിന്നും 4 ചാപ്റ്റേഴ്സ് ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ചാപ്റ്ററിൻ്റെ നമ്പറൊക്കെ ഒരുപോലെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. 3, 4, 5, 7. സോഷ്യൽ സയൻസ് 2വിലും 3, 4, 5, 7. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 3, 4, 5, 7. ഓക്കെ, 2 പുസ്തകങ്ങളിൽ നിന്നും 4 ചാപ്റ്റർ വീതം നിങ്ങൾ റെഡിയാകുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ സഹായിക്കാൻ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് വ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ നമ്മുടെ കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും സിലബസ്, സെക്കൻഡ് ടൈം എക്സാം സിലബസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചാപ്റ്റർ 6 നമ്മൾ പഠിക്കണം, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ചാപ്റ്റർ 7 മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. ചാപ്റ്റർ 8 നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. ചാപ്റ്റർ 9 ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. ചാപ്റ്റർ 10 യൂറോപ്പ് ഇൻ ദ വേൾഡ് മാപ്പ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 5 ചാപ്റ്റേഴ്സ്. നമുക്ക് ഫസ്റ്റ് ടൈമിലും 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ? സെക്കൻഡ് ടൈമിലും നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 6, ചാപ്റ്റർ 7, ചാപ്റ്റർ 8, ചാപ്റ്റർ 9 ആൻഡ് ചാപ്റ്റർ 10. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് 6 ഏതാണ്? റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. യൂണിറ്റ് 7 മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്. യൂണിറ്റ് 8 നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള. യൂണിറ്റ് 9 ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. ചാപ്റ്റർ യൂണിറ്റ് 10 യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്. അപ്പോൾ നിങ്ങൾക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മുടെ ട്യൂട്ടർ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നമുക്ക് റിവിഷൻ ഉണ്ടാകും. ഈ ചാപ്റ്റേഴ്സിൻ്റെ 5 ചാപ്റ്ററിൻ്റെയും റിവിഷൻ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും പ്രോബബിളായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഓരോ വീഡിയോയും വ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു. 10th ക്ലാസ്സിനും 9th ക്ലാസ്സിനും 8th ക്ലാസ്സിനും നിങ്ങളുടെ എക്സാം സിലബസ് എന്താണെന്ന് വ്യക്തമായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങളോടൊപ്പം സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ ഉണ്ടാകും. അപ്പോൾ വീണ്ടും സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതുക. ഈ സിലബസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടീച്ചർ അതിന് ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ കമൻറ്റുകൾക്കായി കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.